ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഇന്നലെ ആദൂട്ടിക്ക് ചെക്കപ്പിന് പോയതായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴാണ് പോയത്. 10:30 ആയപ്പോഴാണ് ചെല്ലാൻ പറഞ്ഞത്. നമ്മൾ 7 മണിയായപ്പോഴാണ് പോയത്. 7 മണിയായി പോയി. താഹിറെ, അപ്പൂസ്, സോനു, അപ്പൂസിൻ്റെ അച്ഛൻ, ആദൂട്ടിയുടെ അച്ഛൻ, ഞങ്ങളെല്ലാവരും കൂടിയാണ് കാറിനാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് പോയി പകുതി വഴി 10 മണിയായപ്പോൾ അവർ വിളിച്ചു. ഡോക്ടർക്ക് പേഷ്യൻ്റൊക്കെ കഴിയാനായി, പെട്ടെന്ന് വായുവെന്നും പറഞ്ഞു. നമ്മൾ അലച്ച് തല്ലിയുള്ള പോക്കായിരുന്നു. അവിടെ എത്തി ഇവർക്ക് ഫുഡ് പോലും കൊടുത്തില്ല കേട്ടോ. ഫുഡ് പോലും കൊടുക്കാതെ നേരെ ഡോക്ടറെ അടുത്തേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കാണിക്കാൻ നിൽക്കുവാണ് അല്ലേ. അതെ, അങ്ങനെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് കാണിക്കാൻ നിന്നു. ഒരു കാര്യം പറയാം, വിശപ്പ് എന്താണെന്ന് ശരിക്കും അറിഞ്ഞു. നല്ല വിശപ്പായി പോയിട്ട് അന്നേരം. എനിക്ക് ഇതെന്താ രാവിലെ തൊട്ടേ നല്ല വിശപ്പായിരുന്നേ. അപ്പം ഇതെന്താ പരിപാടി. അപ്പം ഇന്നലെ അങ്ങനെ കാണിക്കാനൊക്കെ നിന്ന് ആദ്യമേ അപ്പൂസിനെ കാണിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ കാണിക്കാൻ കയറി കഴിഞ്ഞപ്പം വെയിറ്റ് അതിന് മുമ്പേ നോക്കിയപ്പോഴേ ആദൂട്ടി 13.5 കിലോ ഉള്ള ആദൂട്ടി 12.5 കിലോ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദൂട്ടിക്ക് വെയിറ്റ് എന്തായാലും കുറവാണെന്ന് മനസ്സിലായി. കാരണം 7 വയസ്സിൽ 13.5 കിലോ 12.5 കിലോ പോരല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം ഡോക്ടർ പറഞ്ഞ കാര്യം ആദൂട്ടിക്ക് വെയിറ്റ് കുറവാണ്, വെയിറ്റ് പറ്റ കുറവാണെന്ന് പറഞ്ഞു. ഈ വെയിറ്റിൽ ഇത് മരുന്ന് പോകൽ ഭയങ്കര പാടാണ്. ന്യൂറോൻ്റെ മെഡിസിൻ, ലെവിപ്പിൽ ഫിക്സിൻ്റെ മെഡിസിൻ ഡോക്ടർ തീരെ അളവ് കുറച്ചു. കാരണം ആദൂട്ടി നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടോ. ആദൂട്ടിക്ക് ആ പനി കറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആദൂട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ അല്ലേ, അങ്ങനെ ഡോക്ടർ പറഞ്ഞു തീരെ വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞതിന് ഫുഡിൻ്റെ ഇതിൽ മാറ്റി ഡോക്ടർ പറഞ്ഞു 1 മുട്ട ഫുള്ള്, പിന്നെ 3-4 മുട്ടയുടെ വെള്ള. കാരണം അത്രയ്ക്ക് ആദൂട്ടിക്ക് വെയിറ്റ് ഇല്ല. മരുന്ന് കൊടുക്കണമെങ്കിൽ വെയിറ്റ് വേണം. അപ്പം 3-4 മുട്ടയുടെ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പനി വന്നോട്ടാണ് കൊടുക്കാതിരുന്നത് പറഞ്ഞു. പനി വന്നോട്ടെ, പനി വന്ന് പോകും, മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും മുട്ടയുടെ വെള്ളം കൊടുക്കണം. പക്ഷേ പനി വരുമ്പോൾ ഫുഡ് പോലും കഴിക്കാത്തടത്ത് മുട്ടയുടെ വെള്ളം കൊടുത്താൽ ഛർദിയായിരിക്കും അല്ലേ. പിന്നെ പറഞ്ഞേക്കുന്നത് മത്തിയില്ലേ, നെയ്മത്തി വറുത്തൊന്നും കൊടുക്കരുത്, കറി വെച്ചിട്ട് മുള്ളു കളഞ്ഞിട്ട് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ മത്തി. പിന്നെ പറഞ്ഞേക്കുന്ന അയല അതുപോലെ തന്നെ മുള്ളു കളഞ്ഞിട്ട് കറി വെച്ചിട്ട് കൊടുക്കണം. വറുത്തിട്ട് വേണ്ട, കറി വെച്ചിട്ടാണ് കൊടുക്കാൻ പറഞ്ഞു. വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. വെയിറ്റ് കുറവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട്ട് ഇതുവരെ അങ്ങനെ 12.5 കിലോയിൽ എത്തിയിട്ടില്ല. ഇതിപ്പോൾ ഈ പ്രാവശ്യത്തെ പനി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം ആദൂട്ടിക്ക് ഫുഡ് കഴിക്കാതായിപ്പോയേ. അന്നേരം അമ്മച്ചിക്ക് വിഷമെന്ന് പറഞ്ഞത് എൻ്റെ അമ്മി, എനിക്ക് വിഷമെന്ന് പറഞ്ഞേന്. അമ്മച്ചി വിഷമമില്ല കേട്ടോ. സന്തോഷം എനിക്ക് സന്തോഷമായിട്ട്. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ആദൂട്ടിക്ക് വിഷമമാവും കേട്ടോ. അന്നേരം പിന്നെ പറഞ്ഞേക്കുന്നത് എന്ത് പറഞ്ഞു, നിങ്ങൾ കടയിൽ നിന്ന് പൊടിയില്ലേ, പ്രോട്ടീൻ പൗഡറോ എന്ത് പൗഡർ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മുട്ടയും മീനും ഇത് കൊടുക്കുന്നതിൻ്റെ അത്ര ആ പൊടിയിൽ ഒരംശം മാത്രമേ വരുള്ളൂ. അപ്പം എന്തായാലും നിർബന്ധമായിട്ട് നാടൻ മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നാടൻ മുട്ട 30 എണ്ണം മേടിച്ച് വെച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് 30 എണ്ണം. പനി കാരണം കൊടുക്കാൻ പറ്റാതായി പോയതാണ്. നമ്മുടെ തെറാപ്പി സെൻറ്ററിൽ വരുന്ന നമ്മുടെ അവിടെ സംഗീതം കൊണ്ടേ തരും കേട്ടോ. ഇത് 30 എണ്ണം മേടിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഹോസ്പിറ്റൽ വിശേഷം കഴിഞ്ഞിട്ട് ബാക്കി പറയാം കേട്ടോ. അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഫിക്സിൻ്റെ മരുന്നിൻ്റെ അളവ് കുറച്ചു. പിന്നെ ക്ലോണാസപ്പം എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ക്ലോണാസപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴുത്തുറയ്ക്കാൻ പാടാണ് എന്ന് പറഞ്ഞു. ആ മരുന്ന് നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. ആ മരുന്ന് നിർത്തിയാൽ അത് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. ആ മരുന്ന് നിർത്തിയേ പറ്റുള്ളൂ. അതാണ് കഴുത്തിന് ഉറപ്പ് വരാത്തതെന്ന് പറഞ്ഞു. കാലിനും കൈക്കും ലൂസ് കിട്ടും, പക്ഷേ കഴുത്തിനത് കൊടുത്താൽ ഉറപ്പ് വരില്ല എന്ന് പറഞ്ഞു. അപ്പം ആ മരുന്നും അരാന്നുള്ളത് 4-1 ആക്കിയിട്ടുണ്ട്. 2 നേരം 4-1 കൊടുക്കാൻ പറഞ്ഞു. ഇന്നിപ്പോൾ 2 ദിവസത്തേക്ക് 4-1 വീതം കൊടുത്ത് രാത്രി നോക്കുക. രാത്രിയിൽ ഉറങ്ങുന്നില്ലെങ്കിൽ രാവിലെ കൂടി 4-1 വീതം കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം മെല്ലെ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ഭയങ്കര ഒരു വഴക്കായിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ
EEG ആട്ടോ പറഞ്ഞത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് എഴുതി തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഇന്ന് തന്നെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അല്ല അത് കഴിഞ്ഞ് പറയാട്ടോ, നിങ്ങൾക്ക് പകുതി കഴിഞ്ഞ് അവിടെ എത്തി പോവാം, EEG ചെയ്യാൻ പറഞ്ഞു. EEG ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഫിറ്റ്സ് EEGയിൽ അറിയാം ഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ ഫിറ്റ്സ് ഇല്ലെങ്കിൽ വീണ്ടും മരുന്നിൻ്റെയൊക്കെ ഡോസ് കുറച്ച് വേണം. ലെവിപ്പിലൊക്കെ പറ്റ ഡോസ് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങി. ഡോക്ടർ പറഞ്ഞ് തിരിച്ച് നമുക്ക് സംശയമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അപ്പം വെയിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പം ഇറങ്ങിയിട്ടോ. വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ വലിയൊരു ടെൻഷനാണ്. വെയിറ്റ് കുറവെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് അന്നേരം ഞങ്ങൾ EEG എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരമാണ് നമ്മുടെ അപ്പൂസിനും EEG എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഹ്റ ഫുഡ് കൊടുത്തിട്ട് അതെടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം പോയി ആ ചീട്ട് അവിടെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നാളെ വരാം, അല്ല ഞങ്ങളൊരു ഡേറ്റ് തരാം അതിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ കാല് പിടിക്കുകയാണ് കേട്ടോ, നമുക്ക് കുറേ ദൂരെയാണ്, പറ്റിയാലാന്നൊക്കെ പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ സന്തോഷത്തിൽ ഇന്ന് തന്നെ ചെയ്യാൻ പോകുമല്ലേ. അപ്പം ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. നമ്മൾ ഇവിടുന്ന് താഹ്റ ഇഡ്ഡലി ചമ്മന്തി, താഹ്റ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഞാൻ ചമ്മന്തി. അപ്പോൾ നമ്മളങ്ങനെയാണ് കേട്ടോ ഫുഡ് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും താഹ്റയാണ് ഉണ്ടാക്കുന്നത്, പാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചമ്മന്തി അരച്ചോളാം എന്ന് പറഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അരച്ചു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൂസിന് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഇഡ്ഡലി അന്നത്തേയും താമസിച്ച് പോയപ്പോഴത്തേക്കും ചേട്ടനങ്ങ് ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ പിന്നെ താമസിച്ച് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കൊടുക്കുവാണേ. ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് EEG എടുക്കാൻ, അന്നേരമാണ് ഉറക്കത്തിനുള്ള മരുന്ന് തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോകുവാണ്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഓടുവാണ്. കാരണം ഇന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് നമുക്ക് അത്രയും അറിയാലോ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഉറക്കമരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ നേരം ആ കുട്ടി അപ്പൂസ് ഉറക്കമരുന്ന് കൊടുക്കുന്നതിന് പോലെ ഒരു വെയിറ്റ് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് 1 മില്ലി കുറവ് കൊടുത്തു, അപ്പൂസിന് 1 മില്ലി കൂടുതലാണ് കൊടുത്തത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ ആ കുട്ടി ഉറങ്ങലുള്ളതാണേ. അപ്പോൾ എന്ത് ചെയ്തു, ആ കുട്ടി ഇപ്പോൾ ഉറങ്ങുമെന്നും പറഞ്ഞ് തട്ടി നടക്കുവാണ്. 12 മണിക്ക് ഇവന്മാർക്ക് ഉറക്കമരുന്ന് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി, തണുപ്പ് കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ കിടത്താൻ അവിടെ ചെന്നപ്പോഴത്തേക്കും AC അല്ലേ, വീണ്ടും തണുപ്പ് കൊണ്ട് ഇപ്പം ചാടി എണീറ്റു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി പണി പാളൂന്ന്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് താഹ്റ കയറി തലയിൽ വയറൊക്കെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ്, ഒരു സൈഡിൽ ഫിറ്റ് ചെയ്ത് രണ്ടാമത്തെ സൈഡിൽ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ അപ്പൂസ് എണീറ്റു. പിന്നെ താഹ്റ അങ്ങോട്ട് കിടക്കുന്നു, ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നു. ഇത് തന്നെ പരിപാടി. 2 പേരെയും കൂടി ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ച പോലെ ആയിപ്പോയി ഇവന്മാർ. 2 ഉറങ്ങിയില്ല കേട്ടോ. ആദ്യമായിട്ട് പിന്നെ ഇടയ്ക്ക് ഹൂ 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 എന്ന് വെച്ചാൽ കരയുന്നുണ്ടായിരുന്നു. കരയാനുള്ള മരുന്നായിരുന്നത്. അപ്പം അതുകൂട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പൂസ് കൊണ്ടേ കിടത്തി കഴിഞ്ഞാൽ അപ്പൂസ് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇവരോട് ഉറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും താഹ്റ അങ്ങോട്ട് കിടക്കും, ഞാൻ ഇങ്ങോട്ട് കിടക്കും. ഒരു വിധത്തിൽ ഉറക്കാന്നൊക്കെ വിചാരിച്ചിരുമ്പോൾ ഉറങ്ങുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ചൂട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ താഴെ കൊണ്ടുവന്ന് ഉറക്കി നോക്കാൻ പറഞ്ഞു. വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് അവിടെ വലിയ സോഫയുണ്ട്, അതിനകത്ത് താഹ്റ അപ്പുറം കിടന്നുറങ്ങുന്നു, ഞാൻ ഇപ്പുറം കിടന്നുറങ്ങുന്നു. അപ്പം ആദുട്ടീൻ്റെ ഒച്ചയൊന്നും കേൾക്കാൻ വന്നപ്പോൾ താഹ്റ വിചാരിച്ചു ആദുട്ടി ഉറങ്ങിയെന്ന്. പക്ഷേ ഞാൻ 2 പ്രാവശ്യം ഉറങ്ങി എണീറ്റു, ആദുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അപ്പം താഹ്റ എന്നോട് പറഞ്ഞു ചേച്ചി ഇവരുടെയൊക്കെ ഉറക്കം പോയ ലക്ഷണമുണ്ട് ചേച്ചിന്ന് പറഞ്ഞു. മരുന്ന് കൊടുത്തിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇച്ചിരി മരുന്ന് കൂടി കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഇല്ല അത് രാത്രി കണ്ടമാനം കൊച്ച് ഉറങ്ങി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത് പിന്നെ അപ്പോൾ താഹ്റ പറഞ്ഞു ചേച്ചി ഇവന്മാർ ഉറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും 3 മണിയായി. വിശപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വാങ്ങാൻ അപ്പുറത്തെ കടയിലൊക്കെ പോയി ചോറൊക്കെ തീർന്നു പോയി കേട്ടോ. ഇനി ഇവനെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അപ്പുറത്തെ കടയിലൊക്കെ പോയി നമ്മൾ നോക്കിയപ്പോൾ ചോറൊക്കെ തീർന്ന്. അപ്പം ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ താഹ്റ അവരോട് പോയി പറഞ്ഞു മക്കൾ ഉറങ്ങുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുക, അടുത്ത പ്രാവശ്യം പോവാമെന്ന്. അടുത്ത മാസം 2-ാം തീയതിയിലേക്കാണ് ഇനി ഡേറ്റ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 4 മണിയാകുമ്പോൾ വിളിച്ചെണീപ്പിക്കുക. 4 മണിക്ക് വിളിച്ചെണീപ്പിച്ചിട്ട് പിന്നെ ഉറക്കണ്ട. അപ്പോൾ അവിടെ ചെന്ന് മരുന്ന് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് ഉറങ്ങി പോകുമല്ലോ. അപ്പോൾ
അടുത്ത മാസം 2-ാം തീയതി പോയിട്ട് EEG വീണ്ടും എടുക്കണം, അപ്പൂസിനും എടുക്കണം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷം. പിന്നെ പകുതി വഴിക്ക് വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആയി അല്ലേ. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും 9 മണിയായി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ വീടെത്താനായപ്പോൾ 2 പേരും ഒരു 5 മിനിറ്റ് ഉറങ്ങിയെന്നല്ലാതെ ഇവർ 2 പേരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. 2 പേർക്കും ഉറങ്ങാൻ മടിയുള്ള ദിവസമായിരുന്നു ഇന്നലെ അല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ആദൂട്ടി നിലത്ത് വീഴും കുഞ്ഞാവേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ആദൂട്ടിയുടെ കാര്യത്തിൽ. ആദൂട്ടിക്ക് വെയിറ്റ് ഇല്ലാത്തത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആദൂട്ടിക്ക് വെയിറ്റ് വയ്ക്കാനൊക്കെ. മുട്ടയൊക്കെ ഇന്നോട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പരമാവധി നോക്കണം ആദൂട്ടിക്ക് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ആയിട്ടേ കാര്യമുള്ളൂ. വെയിറ്റ് കൂടാത്ത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുത്തിട്ടും വെയിറ്റ് കൂടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടറോട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വിശേഷം. നല്ല വിഷമമാണ്, വെയിറ്റ് കുറവായതുകൊണ്ട് നല്ല വിഷമമാണ്. ഇനിയിപ്പോൾ ആ മരുന്ന് നിർത്തിയത് കൊണ്ട് എന്തൊക്കെയായിരിക്കും ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണേലും എന്ത് വിശേഷമാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്നതായിരിക്കും. ഇനി അടുത്ത മാസം 2-ാം തീയതി പോയിട്ട് EEG എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ആദൂട്ടിക്ക് വെയിറ്റ് കൂടാൻ. ഭയങ്കര വിഷമമാണ്. ഞാൻ ഇത്രയൊക്കെ കൊണ്ടുപോയി നടന്നും ഇത്രയൊക്കെ നന്നായി നോക്കിയിട്ടും ആദൂട്ടിക്ക് ഫുഡ് വേണ്ടതിൽ ഞാൻ പിടിച്ചു വെച്ച് കൊടുത്തിട്ടും ആദൂട്ടിക്ക് വെയിറ്റ് ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. പക്ഷെ അതെനിക്ക് നല്ലൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷം കുറേ പേര് വിളിച്ചു ചോദിച്ചു. അതാണിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. 11 മണിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.